കൂട്ടുകാരെ, ബാലുശ്ശേരി കോട്ട അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. എല്ലാ കൊല്ലവും ജനുവരി 11, 12, 13 തീയതികളിലാണ് ഉത്സവം നടക്കാറ്. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ, ഉത്സവത്തിൻ്റെ മെയിൻ ദിവസം. അപ്പോൾ എന്താ, ഞാനും ഏട്ടനും റിച്ചും കൂടി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ് അമ്പലത്തിലുണ്ടാകാറ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു മണി 1:30 കഴിയുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും തിരക്കായിരിക്കും, അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അത്ര വൈകി പോകുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തി നോക്കുമ്പം നല്ല തിരക്കാണ് കേട്ടോ. റോഡുമേലൊക്കെ തിരക്കുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറി എന്തായാലും തിരക്കായിരിക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ ഉള്ളിൽ കയറിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ ഇങ്ങനെ ഉള്ളിൽ കയറാനാകുമോ, ഫുഡ് കഴിക്കാനാകുമോ എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും റിച്ചും കൂടി ഒരു വരിയിൽ പോയി നിന്ന് കേട്ടോ. അങ്ങനെ വരിക്ക് നിന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒരാൾ വിളിച്ചു കൊണ്ടുപോയി കേട്ടോ. കാരണം മോനുള്ളതുകൊണ്ട് എനിക്ക് വേഗം ഫുഡ് കിട്ടി. പിന്നെ ഏട്ടനും നിന്ന് വരിയില്ല, വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനും വേഗം ഫുഡ് കിട്ടി കേട്ടോ. കഴിക്കാൻ വേണ്ടിയിരുന്ന ചോറ്, സാമ്പാർ, പപ്പടം, പുളിയിഞ്ചി, ഉപ്പേരി, പായസം, അവിയൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഒരു വാനില ഐസ്ക്രീമും വാങ്ങിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയാലും അമ്പലത്തിൽ പോയിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നള്ളത്ത് വരുന്നത്. അപ്പോൾ എഴുന്നള്ളത്തൊക്കെ എത്തിയിരുന്നു. ഞങ്ങൾ 9:30 ഒക്കെ ആയിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുന്നള്ളത്തൊക്കെ ഉള്ളിലേക്ക് കയറാനായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് ഒരു 11 മണി 12 മണി ആകുമ്പോഴാണ് കേട്ടോ എഴുന്നള്ളത്ത് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് എത്തത്തുള്ളൂ. ചെണ്ടക്കൊട്ടും ആനകളും പിന്നെ അങ്ങനെ എല്ലാം കൂടി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. അയാൾ മുകളിലൊക്കെ ഫുള്ള് ആളാണ്. നല്ല തിരക്കുള്ള ഒരു ഇതാണ് കേട്ടോ. ഉത്സവത്തിന് നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടാകാറ്.
പറയേ ഹലോ ഓല് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇന്ന ഇവിടെ ആക്കിയിട്ട് ഫോണിൻ്റെ അടുത്തുള്ളറി. ഉത്സവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ നേരം കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അധികം സമയമൊന്നും നിന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. നല്ല ഭംഗിയില്ല, ഉള്ളോട്ടൊക്കെ കുറേ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. അപ്പോൾ നല്ലോണം ജനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ ചോളപ്പൊരി പിന്നെ നുറുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാന്ന് പറയുന്നത് അതൊരു ഇത് തന്നെയാണല്ലോ. അതിനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ചോളപ്പൊരി വീട്ടിൽ നിന്ന് തന്നെ വേണം. കേട്ടോ വന്നാ മതി. വാങ്ങാൻ റോഡന്നെ വന്ന് പറിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പം എനിക്ക് ഉറപ്പായിട്ട് തീരുന്നില്ല. അങ്ങോട്ട് കയറിയുമ്പോൾ തണുപ്പായിട്ട് തീരുന്നില്ല. പേട്ടടിയിട്ടായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ മുന്നത്തെ കാഴ്ച ഇതൊക്കെയാണ്. ഞങ്ങൾ ബാക്ക് കൂടിയാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. അപ്പോൾ മുന്നത്തെ കാഴ്ച ഇതാണ് കേട്ടോ. ഫുള്ള് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.